നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, പച്ചവെള്ളം കൊണ്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും. എന്ത് മണ്ടത്തരാണ് ഈ പറയുന്നത്? പച്ചവെള്ളം കൊണ്ട് ഇതുവരെ ആരെങ്കിലും വണ്ടി ഓടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഓടിക്കാൻ സാധിക്കുമോ? എങ്കിൽ സാധിക്കും എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇതിപ്പോൾ ടയോട്ട ഇറക്കിയിരിക്കുന്ന ഒരു കാറിൻ്റെ ചിത്രമാണ് നമ്മൾ തമ്പനെയിൽ കാണുന്നത്. ഇത് കേരളത്തിൽ ചില ആളുകൾ വരെ ഈ വാഹനം വാങ്ങിയിട്ടുണ്ട്. ടയോട്ട നമുക്കറിയാം, നല്ല കാർ കമ്പനിയാണ്. ഇതിവിടെ വേറെ എന്താ പ്രശ്നം വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ പെട്രോൾ ഒഴിച്ചെടുക്കുന്ന രാജ്യങ്ങൾ, അതുപോലെ പെട്രോൾ കെമിക്കൽ ഉണ്ടാക്കുന്നത്, ഡീസൽ കാറുകൾ, മറ്റ് വൈദ്യുത കാറുകൾ, ഇതിനൊക്കെ പിന്തള്ളിക്കൊണ്ട് പച്ചവെള്ളം കൊണ്ട് ഓടിക്കുന്ന കാറ് എന്നത് ഒരു വൻ ഭീഷണിയാണ് ലോകത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ എക്കണോമി തന്നെ ആകെ തകർന്ന് അടിയുമോ അതോ മുന്നോട്ട് പോകുമോ, ഇതാണ് ഇപ്പോൾ ലോകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കാറ് വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനുമുണ്ട്. ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിച്ചെടുത്ത് ഹൈഡ്രജൻ കത്തിച്ചുകൊണ്ടാണ് കാറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ ഹൈഡ്രജൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ ഈ കണ്ടുപിടുത്തമുണ്ടല്ലോ, ഇത് 1935 ചാൾസ് എച്ച് ഗാരറ്റ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് സത്യത്തിൽ കണ്ടുപിടിച്ചത് കേട്ടോ. അദ്ദേഹം തൻ്റെ ഒരു ചെറിയ കൊച്ചു കാറ് ഇതുപോലെ ഓടിച്ചു കാണിക്കുകയും ചെയ്തു. അന്നതാരും വില വെച്ചില്ല, കുറേ കാലം മുമ്പാണ്. പക്ഷേ 2 ബിസിനസ്സുകാർ അദ്ദേഹത്തിൻ്റെ ആ ടെക്നോളജി കൈവശപ്പെടുത്തുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ അവിടെ കോടതിയിൽ കേസ് കൊടുക്കുകയും ആ കണ്ടുപിടുത്തത്തിലൊന്നും ഒരു ചേമ്പുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കേസിൽ കൊടുക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം കണ്ടുകെട്ടുകയും ചെയ്തു. പിന്നെ ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. ആ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ 1990 ശേഷം മറ്റൊരു ശാസ്ത്രജ്ഞൻ വീണ്ടും അതേ ടെക്നിക്കുകൾ, കാറുകൾ, മറ്റേ ഈ ചാൾസ് എച്ച് ഗാരറ്റിൻ്റെ ആ ടെക്നോളജി കൊണ്ട് കാർ ഓടിക്കാം എന്നത് വീണ്ടും കണ്ടെത്തുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ അതൊന്നും തന്നെ വെളിച്ചം കണ്ടില്ല എന്ന് മാത്രമല്ല, അതിനെല്ലാം അടിച്ചമർത്തുന്ന ഒരു പ്രക്രിയ ലോകത്ത് നടന്നിരുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞത്. പെട്രോൾ കുഴിച്ചെടുക്കുന്ന രാജ്യങ്ങൾ, അതുപോലെ മറ്റു കാർ കമ്പനികൾ, പെട്രോളിനെ അടിസ്ഥിതമാക്കിയിട്ടുള്ള വ്യവസായങ്ങൾ, ഇതെല്ലാം തന്നെ പാടെ തകിടം മറിയുമെന്ന് കണ്ട ഒരു കൂട്ടരാണ് ഇതിവിടെ ഒളിപ്പിച്ചു വെച്ചത്. ഇപ്പോൾ ഇവിടെ ടയോട്ട കമ്പനിയാണ് ആ ടെക്നോളജി കൂടുതൽ ക്ലിയർ ചെയ്തുകൊണ്ട് ഈ പുതിയ കാറുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എൻജിനാണ് നമ്മൾ ഇൻസെറ്റിൽ കാണുന്നത്. പിന്നെ ഒരു ചിത്രമാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന കാറ്. ഇതുപോലെ ഒരുപാട് കാറുകൾ ഇറക്കിയിട്ടുണ്ട്, ഇനി ഇറക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ, പെട്രോളുമായിട്ട് അധിഷ്ഠിതമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾ, കമ്പനികൾ എല്ലാം തന്നെ നിർത്തലാക്കേണ്ടി വരും. അതുപോലെ തന്നെ പെട്രോള് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന അറബ് ലോകങ്ങളൊക്കെ അമരും സമ്പത്തില്ലാതെ. അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ സംഭവിക്കുന്നുണ്ട്. പച്ചവെള്ളം കൊണ്ടാണ് കാർ ഓടിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ രാജ്യത്തിനെയും ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇത് ശുദ്ധമായ വെള്ളത്തിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ കേട്ടോ. ശുദ്ധമായ വെള്ളത്തിൽ നിന്നാണ്. അതായത് 1 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കാൻ വാങ്ങുന്നില്ല, ഇപ്പോൾ 15 രൂപ 20 രൂപ കൊടുത്തിട്ട്, അതേപോലെ 10-15 രൂപ കൊടുത്ത് വാങ്ങുന്ന ശുദ്ധമായ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ എനർജിയെ പിന്നെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ആണ് പിന്നെ ചാൾസ് എച്ച് ഗാരറ്റിൻ്റെ മഹത്തായ കണ്ടുപിടുത്തം. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ടയോട്ട ഈ പുതിയ കാറ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഇവിടെ വിപണിയിൽ ഇറങ്ങുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ആരോ ആ ഒരു കാറ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസും നമ്മൾ അറിയാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, കേരളീയർക്ക് ഒരു പ്രിയം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് എന്താണ് ഇറങ്ങുന്നത് വെച്ചാൽ ഇത് പെട്ടെന്ന് കരസ്ഥമാക്കുക എന്നൊരു ടെൻഡൻസി ഉള്ള ആളുകളാണ് കേരളീയർ.
അപ്പോൾ കേരളത്തിലെ ഏതൊരു ബിസിനസ്സുകാരൻ അത്തരം ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് വിശ്വസിക്കാവുന്ന ഒരു ന്യൂസാണ്. അതായത് ടയോട്ട കമ്പനി നേരിട്ടിട്ടാണ് ഈ കാർ ഇറക്കുന്നത്. ഇതിനായിട്ട് ഒരു നല്ല സൂപ്പർ ബാറ്ററി ഏതാണെങ്കിൽ പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു മോഡൽ ബാറ്ററിയാണ്. അതിൻ്റെ പവർ എന്ന് പറഞ്ഞാലും ഭയങ്കര പവറുള്ള ബാറ്ററിയാണ്. അത് പഴയ കാലത്തെ ബാറ്ററി പോലത്തെ അല്ല. എന്തായാലും ശരി, ഈ ബാറ്ററിയുടെ സഹായത്തോടെ പെട്ടെന്ന് സ്റ്റാർട്ടാവുകയും അതുപോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറവ്, അതുപോലെ ഇന്ധന ചെലവിൻ്റെ ഭാരിച്ച തുക ചിലവാകുന്നില്ല. പക്ഷെ കാർ വാങ്ങുന്ന സമയത്ത് ഒരു വമ്പൻ തുക ചിലവാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള കണ്ടുപിടുത്തക്കാരൻ 1935 ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്നു. അയാൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ അയാൾ അത് പേറ്റൻറ്റിന് എഴുതി കൊടുത്തിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രമാണ് എന്ന് അധികാരപ്പെടുത്തുന്ന ഒരു അടിയാധാരമാണ് പേറ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേറ്റൻറ്റും ഒന്നും തന്നെ കാണാനില്ല. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് ടയോട്ടയ്ക്ക് വിറ്റതാണോ, അല്ലെങ്കിൽ ടയോട്ടയ്ക്ക് മറ്റെവിടുന്നെങ്കിലും ഈ ടെക്നോളജി കിട്ടിയതാണോ, അല്ലെങ്കിൽ ടയോട്ട തന്നെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തതാണോ എന്നറിയാൻ കഴിയില്ല. എന്തായാലും ഹൈഡ്രജനിലാണ് കാർ ഓടുന്നത്. ഹൈഡ്രജൻ വാഹനങ്ങൾ ഇനി നിരത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. തീവണ്ടികളടക്കം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്തരം തീവണ്ടികൾ ഇന്ത്യ വാങ്ങുന്നുമുണ്ട്. എന്തായാലും ശരി, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പച്ചവെള്ളത്തിലും നിരത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലത്ത് പച്ചവെള്ളം കൊണ്ടോടുന്ന കാറുകൾ റോട്ടിലൂടെ ഓടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.